പ്രിയപ്പെട്ട കുട്ടികളെ, 8ാം തരം ഹിന്ദി വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിക്ടേഴ്സ് ചാനലിൽ എടുത്തുകൊണ്ടിരിക്കുന്ന പാഠം ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര. ബെർത്തോൾഡ് ബ്രഖ്ത് എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ജർമ്മൻ സാഹിത്യകാരൻ ജർമ്മൻ ഭാഷയിൽ എഴുതിയ കവിത അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. അതിൻ്റെ ഹിന്ദി തർജ്ജമയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വർക്കേഴ്സ് സ്പീച്ച് ടു ഡോക്ടർ, വർക്കേഴ്സ് സ്പീച്ച് ടു എ ഡോക്ടർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് കവിതയുടെ ഹിന്ദി തർജിമ അനുവാദ് ആണിത്. അതിൽ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ പണം കൊണ്ടുണ്ടാക്കിയ മെഡിക്കൽ കോളേജുകളിൽ ജനങ്ങളുടെ പണം കൊണ്ട് 10 വർഷത്തോളം പഠിച്ച് ഡോക്ടറായ ഒരു ഡോക്ടർക്ക് പാവപ്പെട്ട തൊഴിലാളികളുടെ രോഗം ചികിത്സിച്ച് മാറ്റാനുള്ള സന്മനസ്സ്, മനോഭാവം ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ മസ്ദൂർ, വർക്കർ, തൊഴിലാളി ചോദിക്കുന്നു, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ? बस एक ही कारण है दोनों का, वही एक छोटा सा शब्द है जिसे सब जानते हैं पर करता कोई नहीं. അപ്പോൾ അതായത് ഇവരുടെ രോഗത്തിൻ്റെ കാരണം, ദാരിദ്ര്യത്തിൻ്റെ കാരണം, രണ്ടിൻ്റെയും കാരണം ഒന്ന് തന്നെയാണ്. തും कहते हो कंधे का दर्द टीसता है नमी और सीलन की वजह से. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഡോക്ടർ ഇയാളുടെ കീറിയ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് പരിശോധിക്കുന്നു, അല്ലേ? ചുമൽ വേദനിക്കുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മെലിഞ്ഞ്, അല്ലേ, എണീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ രോഗം പിടിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എന്താണ് എൻ്റെ അസുഖം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ യഥാർത്ഥ കാരണം പറയുന്നില്ല. തും കഹത്തെ ഹോ, നിങ്ങൾ പറയുന്നു, ഡോക്ടർ പറയുന്നു, അല്ലെങ്കിൽ രോഗി പറയുന്നു, കന്തേക്ക ദർദ് ടീസ്താ ഹേ. കന്ധ എന്ന് പറഞ്ഞാൽ ചുമൽ, ദർദ് വേദന, ടീസന വീണ്ടും വീണ്ടും വേദനിക്കുന്നു, ചുമൽ തുടർച്ചയായി വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണമായി ഡോക്ടർ എന്താ പറയുന്നത്? നമി ഔർ സീലൻ കി വജഹ് സേ കെ കാരൺ സേ. നമി എന്ന് പറഞ്ഞാൽ നനവ്, സീലൻ എന്ന് പറഞ്ഞാൽ ഈർപ്പം. ഡോക്ടർ തുമീം ബത്താവോ യ സീലൻ കഹാം സേ ആയി. തും ഹീം, നിങ്ങൾ തന്നെ, തും ഹീം, ബത്താവോ പറയൂ, യ സീലൻ കഹാം സേ ആയി. അപ്പോൾ ഇവിടെ മസ്ദൂറിൻ്റെ ശരീരത്തിലും അതുപോലെ വീട്ടിലും സീലൻ, ഈർപ്പം എങ്ങനെ വരുന്നു? ശരീരത്തിൽ എങ്ങനെയാണ് ഈർപ്പം വരുന്നത്? കഠിനമായി അധ്വാനിച്ച് വേർപ്പ് കുടിച്ചിട്ട്, അല്ലേ, നനഞ്ഞ വെള്ളത്തിൻ്റെ വേർപ്പിൻ്റെ നനവ് തട്ടി അത് ഈർപ്പം പിടിച്ചിട്ടാണ് വേർപ്പ് വരുന്നത്, ആ ഈർപ്പം സീലൻ വരുന്നത്. വീട്ടിലോ ദരിദ്രനായ തൊഴിലാളി കുടിലിലാണ് താമസിക്കുന്നത്. ആ കുടിലിൻ്റെ ചുമരുകളിലൂടെ, മേൽക്കൂരയിലൂടെ വെള്ളം ഒലിച്ച് വന്ന് എപ്പോഴും ഈ ചുവരിന് എന്തുണ്ടാവും? ഈർപ്പുണ്ടാവും. बहुत ज़्यादा काम और बहुत कम भोजन ने दुबला कर दिया है हमें. ദുബല കർണ, മെലിയിക്കുക. തൊഴിലാളിയെ, മസ്ദൂറിനെ ആരാണ് ദുബല കർ ദിയ ഹെ? ബഹുത്ത് ജ്യാദ കാം, വളരെയധികം ജോലിയും, ബഹുത്ത് കം ഭോജൻ, വളരെ കുറച്ച് ഭക്ഷണവും, ദുബല കർ ദിയ ഹെ ഹമേം, ഹമേ ദുബല കർ ദിയ ഹെ, മസ്ദൂർ കോ ദുബല കർ ദിയ ഹെ. പക്ഷെ ഇത് ഡോക്ടർ പറയുന്നില്ല. ദാരിദ്ര്യമാണ്, കഠിനാധ്വാനമാണ്, ഭക്ഷണത്തിൻ്റെ കുറവാണ് നിങ്ങളുടെ രോഗത്തിൻ്റെ കാരണം എന്ന് ഒരിക്കലും ഡോക്ടർ പറയുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? നുസ്കെ പർ ലിഖ്തേ ഹോ. നുസ്ക എന്ന് പറയുന്നത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ, കുറിപ്പ്. ഡോക്ടറുടെ കടലാസ്, മരുന്ന് കുറിക്കുന്ന കടലാസിൽ എഴുതുന്നു. എന്താണ് അത്? നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ബസ് മതി, ഏക് ഹി, ഒരേ ഒരു, കാരണം, ദോനോങ്ക രണ്ടിനും, ജിസെ അതിനെ, സബ് ജാൻത്തെ ഹെ എല്ലാവർക്കും അറിയാം, പർ പക്ഷേ, കഹ്ത കോയി നഹീം ആരും പറയുന്നില്ല, തും കഹ്തേ ഹോ നിങ്ങൾ പറയുന്നു, കഹ്ന പറയുക, കന്ധേക്ക ദർദ് തോളുവേദന, കന്ധ ചുമൽ, ദർദ് വേദന, ടീസ്താ ഹെ വീണ്ടും വീണ്ടും വേദന ഉണ്ടാകുന്നു, നമി നനവ്, സീലൻ ഈർപ്പം, കീ വജഹ് സേ കെ കാരൺ സേ ഡോക്ടർ, തുമീം നിങ്ങൾ തന്നെ, ബത്താവോ പറയൂ, യ സീലൻ കഹാം സേ ആയി ഈ നനവ് എവിടെ നിന്ന് വന്നു? ബഹുത്ത് ജ്യാദ വളരെയധികം, ബഹുത്ത് എന്നുള്ളതിന് വളരെ, ജ്യാദ അധികം, കാം ജോലി, ബഹുത്ത് കം വളരെ കുറച്ച്, ഭോജൻ ഭക്ഷണം, ഖാന. ബഹുത്ത് ജ്യാദ എന്നുള്ളതിൻ്റെ എതിർപ്പതാണ് ബഹുത്ത് കം, ജ്യാദ കം. ദുബല കർദിയ, ദുബല മെലിഞ്ഞ, മോട്ട അതിൻ്റെ എതിർപ്പതാണ് തടിച്ച,
ഹമേം നമ്മൾക്ക്, നമ്മളെ, ഞങ്ങൾക്ക്, ഞങ്ങളെ എന്നൊക്കെ അർത്ഥമുണ്ട്. ഹമേം ഹം പ്ലസ് കോ, ഹംകോ ഹമേം. ഹമേ എന്നുള്ളതിലെ സർവ്വനാമാണ് ഹം. നുസ്ക മരുന്ന് കുറിപ്പ്, ഡോക്ടർ മരുന്ന് എഴുതുന്ന കുറിപ്പ്. ലിഖന എഴുതുക എന്ന് നോക്ക്. മസ്ദൂർ കെ ജിസ്മ കോ നംഗെ ക്യോं കഹാ ഗയാ ഹെ? क्योंकि गरीबी के कारण वह फटे पुराने कपड़े पहने हैं, इसलिए नंगा कहा गया है. जब मजदूर फटे पुराने कपड़े पहनकर डॉक्टर के पास जाते हैं तो डॉक्टर क्या करते हैं? എന്നാണ് ഡോക്ടർ ചെയ്യുക? നമ്മൾ ഒരു രോഗിയായ തൊഴിലാളി പഴയ വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് ഡോക്ടറുടെ അടുത്ത് പോയാൽ ഡോക്ടർ എന്ത് ചെയ്യും? ഫട്ടേ പുരാനെ കപ്പടേ ഖീഞ്ച് കർ, കീറിയ പഴകിയ വസ്ത്രങ്ങൾ വലിച്ചൂരിയിട്ട് മസ്ദൂറോങ്കി ബീമാരി കാ കാരൺ, മസ്ദൂർ തൊഴിലാളികളുടെ രോഗ കാരണം ഉൻകെ ശരീരക്കെ അന്തർ ഖോജത്തെ ഹേ, അവരുടെ ശരീരത്തിൻ്റെ അകത്ത് പരിശോധിക്കുന്നു. എങ്ങനെ? സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് അല്ലേ? വാസ്തവമേ മസ്ദൂറോങ്കി ബീമാരി കാ കാരൺ കഹാൻ ഖോജന ഹേ. അപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിലെ ശബ്ദങ്ങൾ കേൾക്കാനാണ് സ്റ്റെതസ്കോപ്പ് വെക്കുന്നത്. വാസ്തവത്തിൽ മസ്ദൂറിൻ്റെ ബീമാരിയുടെ കാരണം എവിടെയാണ് ഖോജന പരതേണ്ടത്? ശരീർ കെ ബാഹർ ഖോജന ഹേ, ഫട്ടേ പുരാനെ കപ്പടോം പർ ദൃഷ്ടി ഡാൽന ഹേ. കീറിപ്പഴകിയ വസ്ത്രങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടർക്ക് മനസ്സിലാവും എന്ത്? ദാരിദ്ര്യമാണ് ഇവൻ്റെ രോഗത്തിൻ്റെ കാരണം. പക്ഷെ ഡോക്ടർ അത് കാര്യമാക്കുന്നില്ല. ഫട്ടേ പുരാനെ കപ്പടോം പർ ദൃഷ്ടി ഡാൽനേക്ക് ആവശ്യകത, കീറിപ്പഴകിയ വസ്ത്രങ്ങളിൽ ദൃഷ്ടി പതിപ്പിക്കേണ്ട ആവശ്യകത എന്താണ്? फटे पुराने कपड़ों पर दृष्टि डालने से मजदूर की अवस्था गरीबी समझ सकते हैं. गरीबी ही मजदूर की बीमारी का कारण है. एक नज़र शरीर के चिथड़ों पर डालो से मजदूर क्या कहना चाहता है? मजदूर का यही विश्वास है कि डॉक्टर उन्हें रोगों से बचाएंगे, लेकिन डॉक्टर उनके रोगों का मूल कारण नहीं समझते हैं, क्योंकि डॉक्टर उनके शरीर के अंदर रोगों का मूल कारण ढूंढते हैं. डॉक्टर को मजदूरों के शरीर के फटे पुराने कपड़ों पर दृष्टि डालकर यह समझना चाहिए कि मजदूरों का जीवन अभावों में बीतता है. फटे पुराने कपड़ों से उनकी गरीबी समझ सकती है. गरीबी ही मजदूर की बीमारी की कारण है. അപ്പോൾ ഒരു ദരിദ്രനായ തൊഴിലാളി കീറിപ്പഴകിയ വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് ഡോക്ടറുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ശരീരത്തിൻ്റെ ഉള്ളിലെ ശബ്ദങ്ങൾ, രോഗകാരണം പരിശോധിക്കേണ്ട കാര്യമില്ല. അയാളുടെ മെലിഞ്ഞ ശരീരവും കീറി പഴകിയ വസ്ത്രങ്ങളും കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഇയാളുടെ രോഗകാരണം എന്ന്. डॉक्टर के बारे में मजदूर क्या विश्वास रखते हैं? मजदूर का यही विश्वास है कि डॉक्टर उन्हें रोगों से बचाएंगे. मजदूर के अनुसार क्या डॉक्टर उसके रोग का मूल कारण, अടിസ്ഥാന കാരണം മനസ്സിലാക്കുന്നുണ്ടോ? नहीं, मजदूर के अनुसार डॉक्टर उसके रोग का मूल कारण नहीं समझते हैं. मजदूर क्यों कहते हैं कि डॉक्टर उसके रोग का मूल कारण नहीं समझते हैं? എന്തുകൊണ്ടാണ് തൊഴിലാളി പറയുന്നത് ഡോക്ടർ എൻ്റെ രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം മനസ്സിലാക്കുന്നില്ല എന്ന്? ക്യോങ്കി ഡോക്ടർ ഉൻകെ ശരീർ കെ അന്തർ രോഗോം കാ മൂല കാരണം ढूंढते हैं. ശരീരത്തിൻ്റെ അകത്താണ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം എന്നാണ് ഡോക്ടർ നോക്കുന്നത്. പക്ഷേ യഥാർത്ഥ കാരണം പുറത്താണല്ലേ. കഠിനാധ്വാനവും ഭക്ഷണത്തിൻ്റെ കുറവും ദാരിദ്ര്യവും ഒക്കെയാണ് രോഗകാരണം. तो मजदूर के रोग का मूल कारण कहाँ ढूंढना है? डॉक्टर को मजदूरों के शरीर के फटे पुराने कपड़ों पर दृष्टि डालकर यह समझना चाहिए कि मजदूरों का जीवन अभावों में बीतता है. फटे पुराने कपड़ों से उनकी गरीबी समझ सकती है. गरीबी ही मजदूर की बीमारी का कारण है. मजदूरों के शरीर के फटे पुराने कपड़े हमें क्या बताते हैं? मजदूर के शरीर के फटे पुराने कपड़ों पर दृष्टि डालकर यह समझना चाहिए कि मजदूरों का जीवन अभावों में बीतता है. അഭാവ് ഇല്ലായ്മ അല്ല, ഇല്ലായ്മകളിൽ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. बस एक ही कारण है दोनों का. यहाँ दोनों क्या क्या है? मजदूर का शरीर खिसपिट जाना और उसके कपड़े खिसपिट जाना. മസ്ദൂറിൻ്റെ ശരീരം തേഞ്ഞു പോകുന്നതും വസ്ത്രങ്ങൾ തേഞ്ഞു കീറുന്നതിനും ഒരേ കാരണമാണ്. എന്താണ്? दारिद्र्य अल्ले. मजदूर का शरीर खिसपिट जाना और उसके कपड़े खिसपिट जाने का कारण क्या है? दोनों का कारण एक ही है, गरीबी. कंधे का दर्द बार बार टीसने का कारण क्या है? नमी और सीलन.
അപ്പോൾ കഠിനാധ്വാനം ചെയ്ത് വേർപ്പ് ഉണ്ടായി, ആ വേർപ്പ് കീറിയ തുണി കുടിച്ച് അത് ശരീരത്തിൽ എപ്പോഴും ഈർപ്പം തട്ടിയിട്ടാണ് കന്ധേക്ക ദർദ് ചുമൽ വേദന വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്നത്. സീലൻ കഹാം സെ ആത്തി ഹെ? गरीबी और अभाव के कारण मजदूर കച്ചേ ജോംബടെ മേ രഹത്തെ ഹെ. കച്ചേ ജോംബടെ ഉറപ്പില്ലാത്ത കുടിലാണ് താമസിക്കുന്നത്. इसलिए घर में सदा नमी और सीलन आती है. मजदूर गरीबी और बीमारी से पीड़ित है. उनको पेट भर भोजन नहीं मिलता, कठिन मेहनत भी करना पड़ता है. इसलिए कंधे का दर्द बार बार टीसता है. വീണ്ടും വീണ്ടും വേദന വർദ്ധിക്കുന്നു. നമി और सीलन किन किन की ओर संकेत करती है? ഈ നനവും ഈർപ്പവും ഏതിനെയൊക്കെ സൂചിപ്പിക്കുന്നു? ഗരീബ് മസ്ദൂരോങ്കി വിവശതാവോങ്കി ഓർ സങ്കേത് കർത്തി ഹെ. ഗരീബി, ബീമാരി, ഭൂക്ക്, അച്ഛേ ഘർ കാ അഭാവ്, അഭാവ് പറഞ്ഞാൽ ഇല്ലായ്മ, और कठिन मेहनत की ओर संकेत करता है. मजदूर डॉक्टर के पास क्यों और कैसे जाते हैं? मजदूर अपनी बीमारी की चिकित्सा के लिए फटे पुराने कपड़े पहनकर जाते हैं. मजदूर बीमार होकर डॉक्टर के पास जाते समय डॉक्टर क्या करते हैं? डॉक्टर उसके फटे पुराने कपड़े खींचकर उसके शरीर के अंदर बीमारी का कारण ढूंढते हैं. क्या डॉक्टर मजदूर के छिद्रों पर दृष्टि डालते हैं? കീറിയ വസ്ത്രങ്ങൾ നോക്കുന്നുണ്ടോ? നഹി. പിന്നെന്താ നോക്കുന്നത്? ശരീരത്തിൻ്റെ ഉള്ളിൽ ഹൃദയമിടിപ്പ്, പൾസ് അല്ലേ, ഇതൊക്കെ പരിശോധിക്കുന്നത്. छिद्रों पर दृष्टि डालने पर डॉक्टर क्या समझ सकते हैं? मजदूर की बीमारी का असली कारण समझ सकते हैं. मजदूर के शरीर और घर में नमी और सीलन कहाँ से आते हैं? തൊഴിലാളിയുടെ ശരീരത്തിലും വീട്ടിലും നമി ഔർ സീലൻ, നനവും ഈർപ്പവും എവിടെ നിന്നാണ് വരുന്നത്? गरीबी और अभाव के कारण मजदूर कच्चे झोंपड़े में रहते हैं. इसलिए घर में सदा नमी और सीलन आती है. कठिन मेहनत करने के कारण शरीर पर सदा पसीने की नमी और सीलन है. मजदूरों को दुबला करने वाला कारण क्या क्या है? मजदूर മെലിയാനുള്ള കാരണം എന്താണ്? बहुत ज़्यादा काम, कठिन मेहनत और बहुत कम भोजन, വളരെ കുറച്ച് ഭക്ഷണം. അടുത്ത ഖണ്ഡിക നമുക്ക് അടുത്ത ദിവസം പഠിക്കാം.